Guys, I'm going to regional SIP competition. Okay. Today is Sunday, 29th June. അപ്പോൾ ഇന്ന് അബാക്കസിൻ്റെ ഒരു ഭയങ്കര വലിയ കോമ്പറ്റീഷൻ നടക്കുകയാണ്. ലെറ്റ്സ് ഗോ. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ്. അവർ പ്രോഗ്രാം കളർ കോഡ് വാസ് ഗ്രീൻ. അപ്പോൾ എല്ലാ സെൻറ്ററിലുള്ളവരും ഗ്രീനാണ് ഇടുന്നത്. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ഡ്രസ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മൾ സെൻറ്ററിലെല്ലാവരും കുർത്തിയാണ് ചൂസ് ചെയ്തത്. നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറാണ് കൊണ്ടാക്കുന്നത്. കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു. കഴിഞ്ഞ ഇയറിലും കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു. പക്ഷേ എനിക്കത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ വർഷം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എണ്ണിയാണ് കാത്തിരുന്നത്. എനിക്കതൊന്ന് കാണണം, എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം കാണണം. പക്ഷേ ഇറ്റ് വാസ് വർത്ത് വെയിറ്റിംഗ്. അപ്പോൾ കോമ്പറ്റീഷൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ 8 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. 8:30 ആയിരുന്നു ഫസ്റ്റ് എക്സാം കഴിയുന്നത് വരെ ഞാനവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ സെക്കൻഡ് റൗണ്ട് കാണാനായിട്ട് പറ്റിയില്ല. ഇനാഗുറേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ സ്റ്റുഡൻസിനെ എല്ലാവരെയും പിടിച്ച് ഇരുത്തിയിട്ടാണ് നമ്മുടെ ഇനാഗുറേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ പാരൻറ്റ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാം കഴിഞ്ഞ് അവർക്ക് സർട്ടിഫിക്കറ്റും മെഡൽസൊക്കെ കൊടുത്തതിന് ശേഷമാണ് പാരൻസിൻ്റെ അടുത്തോട്ട് വിടുന്നത്. എക്സാം തുടങ്ങുന്ന ടൈമിലെന്ന് പറയുമ്പോൾ കൗണ്ട് ഡൗൺ ചെയ്തിട്ട് വിസിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ എക്സാം 5 മിനിറ്റ്സ് കഴിഞ്ഞ് സ്റ്റോപ്പ് ആകുമ്പോഴത്തേക്കും വിസിൽ ചെയ്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ടൈം തീരും വരെ ഇനി അബാക്കസിലെ ബീഡ്സ് മൂവ്മെൻറ്റിൻ്റെ സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇത് സനുജ മാമും ഇത് സേതു മാമുമാണ്. അപ്പോൾ ഞങ്ങളവിടെ നിൽക്കുകയാണ്. ഈ ടൈമിൽ അബാക്കസിൻ്റെ കോമ്പറ്റീഷനാണ് നടക്കുന്നത്. അബാക്കസിൻ്റെ എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നെക്സ്റ്റ് വിഷ്വലിൻ്റെ എക്സാമാണ്. സെയിം പോലെയാണ്. വിസിൽ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, അടുത്ത വിസിൽ ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷ്വൽ ചെയ്യുന്ന കാണാം കുഞ്ഞുങ്ങൾ. So are you ready? 5 4 3 2 1. എല്ലാ കുഞ്ഞുങ്ങളുടെ ഹാൻഡ് മൂവ്മെൻ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഓരോരുത്തരുടെയും ആ ഒരു സ്പീഡ്, അവരുടെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ഫിംഗർ മൂവ്മെൻറ്റ് അവർ പോകുന്നത് എന്ത് രസമാണെന്ന് അറിയാമോ. ഈ ഒരു ഹോള് നിറച്ചും ഫുൾ കുഞ്ഞുങ്ങളും ഇത് ചെയ്യുന്ന കാണാനായിട്ട്. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതാണിത്. ഇതിൽ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഓരോ ലെവൽ അനുസരിച്ചിട്ട് ഹയർ ലെവലിലുള്ള സ്റ്റുഡൻസിന് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ബാക്കി കുഞ്ഞുങ്ങളുടെ എക്സാം അവിടെ സ്റ്റോപ്പ് ചെയ്തു, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആമിന ടീച്ചറിൻ്റെ ചുരിദാർ ഓർഡർ ചെയ്തിട്ട് വന്നില്ല. കറക്റ്റ് സമയത്തിന് കിട്ടാത്തതുകൊണ്ടാണ് വേറൊരു ചുരിദാറായിപ്പോയത്. കുഞ്ഞുങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തതിന് ശേഷമുള്ള ഇതാണിത്. അതിന് ശേഷം ഞങ്ങൾ ഇത്രയും പേർക്ക് ഡ്യൂട്ടി ആയിരുന്നു. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയി. ബിരിയാണി ആയിരുന്നു ലഞ്ച്. ഞാൻ ഒറ്റയ്ക്കാണ് കഴിച്ചത്. കാരണം നമുക്ക് സെപ്പറേറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഇവർക്ക് ഇത്രയും പേർക്ക് കറക്ഷനും എനിക്ക് വേറെ ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കഴിച്ചത്. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നല്ല മിറർ വീഡിയോ സെൽഫിയൊക്കെ എടുത്തു. ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഫോട്ടോസൊന്നും എടുത്തില്ലായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. പ്രോഗ്രാം തുടങ്ങാൻ ഇനി ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്ത് സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് നടക്കായിരുന്നു. ആഫ്റ്റർനൂൺ തന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഈവനിങ് ഒരു 4 ഒക്കെ ആയപ്പോഴത്തേക്കും പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടന്നു. ഞങ്ങൾക്കും അവാർഡ്സൊക്കെ കിട്ടിയായിരുന്നു. പ്രൈസ് തരുന്ന ടൈമിൽ സ്റ്റേജിൽ വെച്ച് ഫോട്ടോ എടുത്തായിരുന്നു. പിന്നെ അത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് കരുതി ഞങ്ങൾ അതിൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. എവ്രിവൺ, എൻഡ് ഓഫ് മൈ വ്ളോഗ്. നമ്മുടെ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞു. ഈ വീഡിയോ ഭയങ്കര ഷോർട്ടായിരിക്കും ബിക്കോസ് ഐ ഹാവ് ഡ്യൂട്ടി. എൻ്റെ ദൈവമേ, രാവിലെ 11:30 സംതിങ് കയറിയതിന് ശേഷം 11:30 അല്ല, ഒരു 10:30 കഴിഞ്ഞ് കയറിയതിന് ശേഷം തിരിച്ചിറങ്ങിയത് 3:30 കണ്ടെയാണ്. അപ്പോൾ അതുവരെ ഒന്നും ഫോണിൽ പിന്നെ ഒന്നും ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. സോ ഭയങ്കര ഷോർട്ടായിട്ടുള്ള വീഡിയോ, ബട്ട് I hope you guys enjoy my video. Thank you so much for watching. Please subscribe my channel too. കണ്ടുകൊണ്ടിരിക്കാതെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യും. ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ്. സബ്സ്ക്രൈബ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഇഫ് യു ലൈക്ക് മൈ ചാനൽ. മൈ കണ്ടൻറ്റ്സ്, ദർ ഇസ് നോട്ട് എ ലോട്ട് ഓഫ് കണ്ടൻറ്റേ ഇല്ല. സോ ഇഫ് യു ലൈക്ക് മീ, just subscribe my channel. Thank you for watching. Bye bye.